ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. അമ്പനാട് TR&T എസ്റ്റേറ്റിലെ തൊഴിലാളി സമരം 2ാം ഘട്ടത്തിലേക്ക്. ജനപ്രതിനിധികൾ നിരാഹാരം ആരംഭിച്ചു.
ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കുമെന്ന് ഗതാഗത വകുപ്പ്. കഴിഞ്ഞ ദിവസം പുനലൂരിൽ അപകടമുണ്ടാക്കിയ ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് റദ്ദാക്കി. ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ മാലിന്യം നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. മാലിന്യവുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. അമ്പനാട് TR&T എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സമരം രണ്ടാം ഘട്ടത്തിലേക്ക്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ഉൾപ്പെടെയാണ് നടന്നുവരുന്നത്. അമ്പനാട് TR&T എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സമരം രണ്ടാം ഘട്ടത്തിലേക്ക്. ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് സമരത്തിന് തുടക്കമായത്. എസ്റ്റേറ്റ് മാനേജർ അനിൽ മഹാരാജിനെ തടഞ്ഞുവെച്ചാണ് തൊഴിലാളികൾ സമരത്തിന് തുടക്കമിട്ടത്. 21 മണിക്കൂറോളം മാനേജരെ തടഞ്ഞുവെച്ച തൊഴിലാളികൾ സമരം ശക്തമാക്കി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മാനേജർ അനിൽ മഹാരാജിനെ പോലീസ് ഇടപെട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനിടെ ജനപ്രതിനിധികൾ സമരം പ്രഖ്യാപിച്ചതോടെ സമരം രണ്ടാം ഘട്ടത്തിലേക്ക് നീണ്ടു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജുലാൽ പാലസിന്റെ നേതൃത്വത്തിൽ ഫാക്ടറി പടിക്കലാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സമരമുഖത്ത് അഡ്വക്കേറ്റ് കെ രാജു MLA എത്തി തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. അതേസമയം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. അയ്യമ്മാൾ എസ്റ്റേറ്റിലെ പ്രധാന കവാടത്തിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ നിരാഹാരം അനുഷ്ഠിച്ചു വരികയാണ്. INTUC നേതൃത്വത്തിലുള്ള സമരം പ്രധാന കവാടത്തിലും AITUC CITU യൂണിയനുകളുടെ സമരം ഓഫീസ് പടിക്കലുമാണ്. INTUC യൂണിയന്റെ സമരത്തിന് മാമ്പഴത്തറ സലീം, ടോമിച്ചൻ, ബിന്ദു ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു. CITU AITUC യൂണിയനുകളുടെ സമരത്തിന് CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, H. അബ്ദുൾ ഖാദർ, പ്രദീപ്, നവമണി, KG ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് പുതിയ സ്കൂൾ ബസ് വഴിയിലായി. കൊട്ടാരക്കര MLA ഐഷ പൊറ്റിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുട്ടറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ബസ്സാണ് വഴിയിലായത്. കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് ഐഷ പൊറ്റിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ്സാണ് ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് യാത്ര മുടക്കിയത്. ടാറ്റ കമ്പനിക്ക് കരാർ നൽകിയ ബസ് സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ ഡീസൽ തീർന്ന് ഓഫാകുകയായിരുന്നു. തുടർന്ന് ബസ് റോഡിന്റെ കട്ടിങ്ങിൽ ഇടിച്ചു നിന്നു. ബസ് വഴിയിലായതോടെ മണിക്കൂറിലധികമാണ് ഓടനാവട്ടം കൊട്ടാരക്കര പാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കല്ലുവെട്ടാമ്പുഴി ശാഖയുടെ രണ്ടാമത് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി രാവിലെ 8:30 ശാഖാ പ്രസിഡന്റ് G. ശശിധരൻ പതാക ഉയർത്തി. തുടർന്ന് കല്ലുവെട്ടാങ്കുഴിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കടക്കൽ ചിതറ വഴി തിരികെ കല്ലുവെട്ടാങ്കുഴിയിൽ സമാപിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ജയന്തി ശോഭയാത്ര ചിതറ ജംഗ്ഷൻ വഴി കല്ലുവെട്ടാങ്കുഴി സമാപിക്കുന്നു. ഈ പരിപാടി ഒരു മഹനീയ വിജയമാക്കുവാൻ നാട്ടിലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഭഗവാൻ സൃഷ്ടിയുടെ പൂർണ്ണതയെയും. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ശാഖാ സെക്രട്ടറി P. രംഗനാഥൻ അധ്യക്ഷനായി. ശാഖാ പ്രസിഡന്റ് G. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ V. അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ലൈവ് വാർത്ത, കടക്കൽ. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തുമെന്ന് പുനലൂർ ജോയിന്റ് RTO. അപകടത്തിൽപ്പെട്ട ബസിന്റെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസുകൾ റദ്ദു ചെയ്തു. 2 ദിവസം മുമ്പാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസിന്റെ പ്ലാറ്റ്ഫോം തകർന്ന യുവതി റോഡിലേക്ക് വീണത്. നിസാര പരിക്കുകളോടെയാണ് യുവതി രക്ഷപ്പെട്ടത്.
സംഭവം അതീവ ഗൌരവത്തോടെയാണ് കേരളത്തിലെ ഗതാഗത വിഭാഗം കാണുന്നത്. ഇതിന്റെ ഭാഗമായി പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം പുനലൂർ ജോയിന്റ് RTO R രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചത്. രജിസ്ട്രേഷൻ, ടാക്സ്, ഇൻഷുറൻസ്, പെർമിറ്റ് തുടങ്ങിയ യാതൊരു രേഖകളും ബസ്സിൽ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ ബസ് ഇനി നിരത്തിലിറക്കരുത് എന്ന് കാണിച്ച് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ MDക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബസ്സിൽ 26 ഗുരുതരമായ തകരാറുകളാണ് ജോയിന്റ് RTO സംഘവും കണ്ടെത്തിയത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്പർ രേഖപ്പെടുത്തി പുനലൂരിൽ അത് എത്തുന്ന നിശ്ചിത സമയം RTO ഓഫീസിൽ അറിയിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്നും RTO പറഞ്ഞു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലേക്ക് ആര്യങ്കാവ് പുനലൂർ വഴി ദിവസം 50ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. എല്ലാ ബസ്സുകളിലും കർശന പരിശോധന നടത്തുമെന്നും RTO അറിയിച്ചു. ഈ വാഹനത്തിന്റെ മിനിമം ആയി വേണ്ടുന്നിരുന്ന പാസഞ്ചേഴ്സ് നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോം വരെ നശിച്ച ഒരു കണ്ടീഷനിലാണ്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഇതിന് പ്രധാനമായും വേണ്ടുന്ന ബ്രേക്ക് സൈഡുകളിൽ തന്നെ പാർക്കിംഗ് ബ്രേക്കുകൾ ഇളക്കി വിട്ടതായിട്ടാണ് കാണുന്നത്. യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്താൻ അനുവദിക്കുന്നതല്ല. മേലിലും ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷനുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേരളത്തിലെ നിരത്തിൽ കൂടി ഈ വാഹനങ്ങൾ സർവീസ് നടത്താൻ സമ്മതിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദേശ വനിതയുടെ വിവാഹം കൗതുകമുണർത്തി. കേരളീയ ശൈലിയിലാണ് വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച വിദേശ വനിതയുടെ വിവാഹം വ്യത്യസ്തവും ശ്രദ്ധേയവുമായി. കേരളീയ ശൈലിയിലുള്ള വിവാഹത്തിൽ ആചാരങ്ങൾ തെറ്റാതെ ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ കാണികൾക്ക് കൌതുകമായി. ഫിലിപ്പൈൻസ് സ്വദേശിയായ ജെസ്ലി, കരവാളൂർ സ്വദേശിയായ ദിബു എന്നിവരുടെ വിവാഹമാണ് നടന്നത്. മസ്കറ്റ് അൽമഹ ഹോട്ടലിലെ സെയിൽസ് മാനേജറാണ് ദിബു. ഒമാൻ മിനിസ്ട്രി ആരോഗ്യവകുപ്പിലെ സ്റ്റാഫ് നഴ്സാണ് ജെസ്ലി. വിദേശത്ത് വെച്ച് ഇവർ കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട വിവാഹത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കേരളീയ ശൈലിയിലെ വിവാഹം വേണമെന്ന ജെസ്ലിയുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് വിവാഹം കേരളത്തിൽ വെച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, elegant ethnic collections, pure 916 hallmark gold. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ശോഭ മെറ്റൽ സ്റ്റോർ. സ്റ്റീൽ, വെങ്കല പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ, നിലവിളക്കുകൾ, അന്ന അലൂമിനിയം പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ജാക്സൺ, ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ്, പ്രീതി മിക്സി, പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 2222 280 94472 06383. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947 697.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോ എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. കൂവക്കാട് ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. അഡ്വക്കേറ്റ് കെ രാജു MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കൂവക്കാട് ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. വാർഡ് മെമ്പർ ശോഭ സുരേഷ് അധ്യക്ഷയായിരുന്നു. ഹൈമാസ്റ്റ് ലൈറ്റിനായി തുക അനുവദിച്ചിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ കാലതാമസമുണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ തടസ്സവാദം ഉന്നയിച്ചതിനാലാണെന്നും ഇത്തരം കാര്യങ്ങളിൽ തടസ്സവാദം ഉന്നയിക്കുന്നത് നാടിന്റെ വികസനത്തെ ബാധിക്കുമെന്നും കെ രാജു MLA അഭിപ്രായപ്പെട്ടു. ഇവിടെ എത്രമാത്രം ധനകാര്യ സ്ഥാപനങ്ങളോ അതല്ലെങ്കിൽ കച്ചവട വ്യാപാര കേന്ദ്രങ്ങളോ ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതേറെ പ്രയോജനം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചത്. ആ 4 ലക്ഷം രൂപ അനുവദിച്ചിട്ട് കുറച്ച് നാളായി. ചില തർക്കങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ചില ആളുകൾ കുറച്ച് തർക്കം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചേറെ നീണ്ടുപോയത്. പറയുന്നതിന് പഞ്ചായത്ത് മെമ്പർമാർക്ക് വിഷമമുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർക്ക് വിഷമമുണ്ടെങ്കിൽ സത്യം അതാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു കാലതാമസം അത് ഈ 2 മെമ്പർമാരുടെയും ഭാഗത്തു നിന്നല്ല, അവിടുത്തെ ഭൂരിപക്ഷ മെമ്പർമാർക്കും സന്തോഷത്തോടു കൂടി ഇവിടെ ലൈറ്റ് കൊടുക്കണമെന്നാണ്. എന്നാൽ വേറെ എവിടുത്തെയോ ലൈറ്റ് പഞ്ചായത്ത് കൊടുക്കാൻ തീരുമാനിച്ചത്, പഞ്ചായത്തോ MP കൊടുക്കാൻ തീരുമാനിച്ച് ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് കൂവക്കാട്ടുകാർക്കും പിന്നെ മതി എന്നൊരു സമീപനം സ്വീകരിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു അത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. ഈ നിൽക്കുന്ന സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു മോശമായ ഏർപ്പാടാണ് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ മാത്രം
അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ചെറുകര വാർഡ് മെമ്പർ സെൽവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM അജ്മൽ, AITUC നേതാക്കളായ ശശി, രാജൻ, സോമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. ഇടമുളയ്ക്കൽ കൈപ്പള്ളിമുക്കിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. മാലിന്യവുമായി എത്തി നാട്ടുകാർ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ കൈപ്പള്ളി ജംഗ്ഷൻ ഭാഗത്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുവാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകാത്തതിലും മാലിന്യം നീക്കം ചെയ്യുവാൻ നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സംഘടിച്ച് പ്രദേശത്തെ മാലിന്യവുമായി എത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് CPIM നേതാവ് ബാലചന്ദ്രപിള്ള ആവശ്യപ്പെട്ടു. തെരുവുനായ്ക്കളുടെ ശല്യം ഇപ്പം എന്തായാലും രൂക്ഷമായി, കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ കടിച്ചു നാശമായി, കുട്ടികളെല്ലാം പിന്നെ വളരെ ആപൽക്കരമായ നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഈ സമയത്ത് തന്നെയാണ് ഈ കോഴികളുടെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് കൈപ്പള്ളി സ്കൂളിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട്, കൈപ്പള്ളി സ്കൂളിൻ്റെ മുന്നിലല്ല, ഈ MC റോഡിൽ ഈ നമുക്ക് പാലത്തിൻ്റെ അവിടെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് നിക്ഷേപിച്ച് വളരെ ദുർഗന്ധപൂരിതമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് പിന്നെ പോലീസിൻ്റെ ശ്രദ്ധ കാര്യത്തിലുണ്ടാവണം. നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങളത് ശ്രദ്ധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ സമയമുണ്ടെങ്കിൽ മാത്രമേ ഇത് പിന്നെ പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. തെരുവുനായുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നാൾക്ക് നാൾ കുട്ടികളെയും വലിയവരെയും എല്ലാം തന്നെ ഉപദ്രവിക്കുകയും അവർ ചികിത്സ കഴിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഇടപെട്ട് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിലവിലുള്ള മാലിന്യം ഒന്ന് മാറ്റിക്കൊണ്ട് തൽക്കാലം ഈ പ്രശ്നത്തിന് പരിഹാരം അടിയന്തരമായിട്ട് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടാനാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങൾ വന്നു തന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് അവരോട് ചർച്ച ചെയ്തതിന് ശേഷം ഈ പ്രശ്നം പരിഹരിക്കും. അതിനുശേഷം പ്രസിഡന്റ് പ്രതിഷേധ പരിപാടിക്ക് പ്രദേശത്തെ CPIM നേതാക്കൾ നേതൃത്വം നൽകി. CPIM നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിൽ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടി CPIM കേന്ദ്രങ്ങളെയും വെട്ടിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ പങ്കെടുത്തു. ബുധനാഴ്ചയാണ് അഞ്ചൽ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ യുവജനങ്ങളിലെയും കൌമാരക്കാരിലെയും ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ചടയമംഗലം ഡി അഡിഷൻ സെന്റർ ഡയറക്ടർ ഡോക്ടർ സജീവ്, ചിൽഡ്രൻസ് കൌൺസിലർ രാജു കുറ്റിക്കാട്ടിൽ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്യാമ്പ് വാർഡ് മെമ്പർ സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാബായി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ഒരു നല്ല അവരുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സെമിനാറുകൾ വളരെയേറെ പ്രയോജനം ചെയ്യും. അപ്പം ഇന്നിവിടെ ഒരു ഉദ്ഘാടനത്തിൻ്റെ പ്രസക്തിയല്ല, മറിച്ച് ഈ ലഹരി വിരുദ്ധത്തിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് വളരെ പ്രാധാന്യമുള്ളത്. അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുകയും അത് നമ്മുടെ ഭാവി ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സമൂഹ ജീവിതത്തിലും മറ്റ് വ്യക്തികൾക്കും കൂടി ഇത് പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു. അഞ്ചൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ തമ്പി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K അനിൽകുമാർ, അഞ്ചൽ ബദ്രുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്പനാട് TR&T എസ്റ്റേറ്റിലെ തൊഴിലാളി സമരം 2ാം ഘട്ടത്തിലേക്ക്. ജനപ്രതിനിധികൾ നിരാഹാരം ആരംഭിച്ചു. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കുമെന്ന് ഗതാഗത വകുപ്പ്. കഴിഞ്ഞ ദിവസം പുനലൂരിൽ അപകടമുണ്ടാക്കിയ ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് റദ്ദാക്കി. ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ മാലിന്യം നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. മാലിന്യവുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
സമർപ്പിച്ചത് ഇടിമണികൾ ജുവലറി പുനലൂർ, ശങ്കർ ഹോസ്പിറ്റൽ പുനലൂർ, ദേവ സ്റ്റാർ ഹോം പുനലൂർ, പുനലൂർ ഇലക്ട്രിക്കൽസ് പുനലൂർ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ,